ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒഴിവ് ദിവസമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പാചക വിശേഷങ്ങളുമായാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് തന്നെ തിരിയാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും വെള്ളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ ഇത്. എല്ലാവർക്കും അറിയായിരിക്കും. മുട്ട ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേങ്കിൽ ഞാൻ മുട്ടയൊക്കെ ഇട്ട് കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇത് ഇടുമ്പോഴേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനതേ കൈവച്ചാണ് കുഴക്കണത്. കൈവച്ച് കുഴക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ തരിതരിയൊക്കെ ഇല്ലാതെ നല്ല അടിപൊളി ബാറ്ററായിട്ട് കിട്ടും കേട്ടോ. ആദ്യം ഇതൊന്നും ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി, പിന്നെ അത് നല്ലൊരു അടിപൊളിയായിട്ട് ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഈ മാവ് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കലക്കി ചുടുക, പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിപ്പിക്കാം നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതേ ഓരോ കയ്യിൽ വെച്ച് ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിതേ ഇവിടെ ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കറിയായിട്ട് ബീഫ് കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കണത്. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാനിപ്പോൾ കാണിക്കണില്ല, കാരണം വെച്ചാൽ രാവിലെ ആകെ ഒരു തിക്കും തിരക്കാണ്. പിന്നെ പോരാത്തിന് ഒഴിവ് ദിവസമാകുമ്പോൾ പിന്നെ പറയേ വേണ്ടല്ലേ, ഒക്കെ ഒരു വൈകിപ്പിക്കലായിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും കൂടി വീഡിയോ എടുക്കലൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഗോതമ്പ് ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇതൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമായിരിക്കും അല്ലേ? എല്ലാവരും ഉണ്ടാക്കണ ഒരു വിഭവമൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നേരമൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് ദോശ എന്ന് പറയണത്. അപ്പോൾ അതേ നമ്മുടെ ഒരു അടുപ്പിൽ ബീഫ് കറി ഇവിടെ കിടന്ന് വെട്ടിത്തിളക്കുന്നുണ്ട്. പിന്നെ അതേ ഒരു അടുപ്പിൽ ചായ, ഒരടുപ്പിൽ ചോറ് അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ കുറച്ച് ഭംഗിക്ക് ഇന്ന് മുട്ട പുഴുങ്ങുന്നുണ്ട് കേട്ടോ, കുറച്ച് പോഷായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബീഫ് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണതുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ മാത്രമല്ല ബീഫ് കറി മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഒരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കണത്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഗോതമ്പ് ദോശയുടെ കൂടെ നമ്മളിതേ വേറെ ഉണ്ടാക്കിയേക്കണത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് തിന്ന് നോക്കിയിട്ടുണ്ടോ? എന്തൊരു ടേസ്റ്റാണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്ക് കറി വെച്ച് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ മാത്രമല്ല ഈ ഗോതമ്പ് ദോശയുടെ കൂടെ തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതേ നമ്മളങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒഴിവ് ദിവസം ശനി ഞായറൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും TV ഒക്കെ കണ്ടിരിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകെ ഒരു തിക്കും തിരക്കായിരിക്കുമല്ലോ, രാവിലെ സ്കൂളിൽ പോകാനുള്ള ഒരു തിരക്കും. അങ്ങനെ ഒറ്റക്കൊറ്റക്കുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇതേ ഇന്നത്തെ നമ്മളങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഞാനിപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി, എന്താ പറയുക, ഇവിടുത്തെ ഓഫീസിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാൽ കാണിച്ചു തരാം. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓഫീസൊക്കെ, എങ്കിലും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാൻ റസും കൂടിയാണ് പോണത്. ഇപ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല. പിള്ളേരൊക്കെ സ്കൂള് ബസ് വെയിറ്റ് ചെയ്യണ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഭാഗത്തൊക്കെ സ്കൂളിൽ പോകുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഭാഗത്താണ് ബസ്സുകളൊക്കെ വരുന്നതും അവർ വെയിറ്റ് ചെയ്യണതൊക്കെ. അപ്പം ഞാനിന്ന് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകമൊക്കെ കുറേ നാളായില്ലേ നിങ്ങളെയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഒഴിവൊക്കെയില്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങി ഇവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന്. അപ്പോൾ ഇന്ന് തണുപ്പിനാണെങ്കിൽ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഈ ഓഫീസ് റൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്താം കേട്ടോ. അതായത് ഇപ്പോൾ വല്ല ബർത്ത്ഡേ പാർട്ടിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ഫംഗ്ഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ റൂം അവർ തരും. നമുക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നാൽ മതി. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് മുമ്പേ ഉള്ളൊരു പഴയ വീഡിയോയിലാണ് കാണിച്ചേക്കണത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ നേരം ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേ വർക്കൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇതാണ് നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം, അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ പിള്ളേർ ഇന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് ജിമ്മാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പ് വന്നതിന് ശേഷം ഭയങ്കര മടിയാണ് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഞാൻ അവിടെ വരുന്നതിൻ്റെ വീഡിയോയൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓർക്കുന്നുണ്ടോ, നമ്മൾ പൂളിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പേ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. തണുപ്പും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഫുള്ള് ഇങ്ങനെ പൂളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇട്ടേക്കേണ്ട. അതാണിപ്പോൾ ഇങ്ങോട്ടൊന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച്. ഈ ഒരു അവസ്ഥയിലും ഇവിടെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ ഇവർ ഫുള്ള് ഇങ്ങനെ മഞ്ഞൊക്കെ വീഴാതിരിക്കാനാണ് തോന്നണ്ട, ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ദേ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നടന്നാണ് എല്ലാം ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. നല്ല കലപില സൗണ്ടൊക്കെ കേൾക്കാട്ടോ പിള്ളേരുടെ. അപ്പോൾ ഞാനും രാസം മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പാത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കളിക്കാമായിരുന്നു. തണുപ്പ് കുറവുള്ള ദിവസങ്ങളിലൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാനും ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാനൊക്കെ പറ്റുള്ളൂ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അതെല്ലാം അവരിങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാണ്. ആ പാർക്കിൽ നിറച്ച് നല്ല തിരക്ക്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച്. എന്തോരം കുട്ടികളെ നിന്ന് കളിക്കണത്. ഒരുപാട് പാർക്കുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ഒരു കുഞ്ഞു പാർക്ക്, അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. ഇത് നടന്ന് ചുറ്റി കാണാനാണെങ്കിൽ കുറേ ഉണ്ട്. അതെ, ഒരുപാട് ഏക്കറിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചുറ്റി നടന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ നടക്കാൻ ഇറങ്ങുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കുറേ നടന്നിട്ടൊക്കെയാണ്. ഈ ചെടികളൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ എന്തോരം പൂക്കളുണ്ടായിരുന്നാണല്ലേ ഇതിന് മുമ്പൊക്കെ. ഇപ്പം എല്ലാം കൊഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ പൂളിലൊക്കെ ഇറങ്ങിയിട്ടേ ഒന്ന് ഷവറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവർ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡോറ് പോലെ കൊടുത്തേക്കണത്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങി. അതിന് ശേഷം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോവുകയാണ്. കാരണം വെച്ചാൽ വെറുതെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല, തണുപ്പും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആ കാണുന്നതാണ്ടോ ഇവിടെ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടണ സ്പേസ്. നമുക്ക് എല്ലാ വേസ്റ്റും നമുക്കിങ്ങനെ ഒരുമിച്ച് തട്ടാട്ടോ. നല്ല വൃത്തിയിലൊക്കെയാണ് അവർ ഡെയിലി ഇങ്ങനെ വന്ന് എടുത്തിട്ടൊക്കെ പോകും. പിന്നെ പാർക്കൊക്കെ ഇവിടെ ഒരുപാടുണ്ടെന്നേ. അവിടെ അറ്റത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനുകളെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഭാഗത്ത് മാനുകളൊന്നും അങ്ങനെ വന്നില്ല കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറത്തൊക്കെ കാടുണ്ടേ, അവിടെയൊക്കെ പോയാൽ മാനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അത് നോക്കിക്കണ്ടേ, ഇവിടെ ഒരു വീട് പണിയണാണ് ഞാൻ കാണുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട്. ഇവിടെയൊക്കെ അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയണ്, അമേരിക്കയിലൊക്കെ വീടുകളൊക്കെ പണിയണത് മരങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ വീട് പണി കഴിയും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ 6 മാസം 1 വർഷം അങ്ങനത്തെ അത്രയും നാളുകളൊന്നുമില്ല. 2 ആഴ്ച കൊണ്ടൊക്കെ വീട് പണിയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പണികൾക്ക് മാത്രമേ സമയം എടുക്കുള്ളൂ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനും ഇതൊക്കെ അറിയണത്. വളരെ രസകരമായ ഓരോരോ വിശേഷങ്ങളല്ലേ. ഇപ്പം നമ്മൾ താമസിക്കണതിലും കുറേയൊക്കെ മരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിലൊക്കെ നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോഴേ നല്ല സൗണ്ടായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെ വീണ്ടും റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലഞ്ചിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ചാളയും പിന്നെ അതുപോലെ തന്നെ ആവൂലി അതൊക്കെ വെച്ചിട്ടാണോ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ കുറച്ച് കറി വയ്ക്കാം, കുറച്ച് ഫ്രൈ ചെയ്യാം, അങ്ങനെയുള്ളൊരു വിചാരത്തിലാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും ഫ്രൈ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ചാള തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ചാളമീൻ കണ്ടിട്ട് നല്ല ഫ്രഷായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ മസാല തേക്കേണ്ട അതിന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് ഓയിൽ, ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് ആദ്യമേ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കറി വയ്ക്കാൻ തിരിഞ്ഞാൽ മതി. അപ്പോൾ ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഫിഷും അതുപോലെ തന്നെ ചിക്കൻ എന്ത് സാധനമാണെങ്കിലും കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാട്ടോ ഞാനിത് ആദ്യമേ തന്നെ മസാല തേച്ച് വെക്കണത്. ഞാൻ അങ്ങനെയാണ്, ആദ്യമേ തന്നെ ഇതൊക്കെ അങ്ങോട്ട് മസാല തേച്ച് വെക്കും. അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ തേച്ച് ഇതിന് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതേ മീൻകറി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തേങ്ങാപ്പാലാണ് മീൻകറി വെക്കാൻ പോണത്. സാധാരണ ഈ ആവൂലി മീൻകറിയൊക്കെ വറുത്തരച്ച് കറി വയ്ക്കാം, തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതേ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. എന്താ പറയുക, ഒരുപാടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ അതേ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഞാനിങ്ങനെ ചതക്കുകയാണ്. ഈ സാധനം ഞാനിവിടെ ഈ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ചതക്കണ സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇഷ്ടമാതിരി കിട്ടുമല്ലേ. ഇവിടെ വന്നതിന് ശേഷം ഇത് കുറേ അന്വേഷിച്ചപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണിത്. നല്ല സുഖമായിട്ട് ഇത് ചതക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് കറികളൊക്കെ റെഡിയാക്കാം.
ചീനച്ചട്ടിയിൽ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനെന്തേ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിടെ എനിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഉലുവ പൊടി ഇട്ട് കൊടുത്താലും മതി. അതിലേക്ക് ഇതേ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ ഇടുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിക്ക്. നമ്മൾ ശരിക്ക് നോക്കി ഇളക്കിയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം എന്തേ പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സവാള ഇടണുള്ളൂ. നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. കാരണം ഇഞ്ചി വെളുത്തുള്ളി പെട്ടെന്ന് അടി പിടിക്കുമല്ലോ. പക്ഷെ ഞാൻ ആ ഒരു മണം, അടിപൊളി മണമുണ്ട് ഇത് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അരിഞ്ഞു വെച്ചേക്കണ നമ്മുടെ സവാള നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കിട്ടാം, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സാധാരണ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കാറ്. കുറച്ചും കൂടി നല്ലത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മുടെ സവാളയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മളിതേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേങ്കിൽ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ മൂടി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വഴന്നു വരും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഞാൻ പക്ഷേ ഇത് രണ്ട് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. എന്താ പറയുക, കട്ടിയുള്ളതൊന്നല്ല കേട്ടോ, അത്തിരി നീളത്തിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചേക്കണത്. ഒന്നും രണ്ടും എല്ലാം കൂടി ഉള്ളൊരു തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചേക്കണം. ഇനി ഇതിൽ നമുക്ക് മീനിട്ടിട്ട് വറ്റിച്ചെടുക്കാമല്ലോ, അതാണ് കേട്ടോ എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഇടയ്ക്ക് സമയം കൊണ്ട് നമുക്കിത് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്യാബേജ് തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ആ സമയം കൊണ്ട് നമ്മുടെ ചാറൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല കേട്ടോ. ആകെ വലിയ ആവലും ആയതുകൊണ്ട് വലിയ പീസാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പീസുകളേ ഉള്ളൂ. അപ്പോൾ നമ്മളതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ പറ്റി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം സിമ്മിലിട്ടിട്ടേ അപ്പോൾ അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ ഇവിടെ അരിഞ്ഞ് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തോരൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ചൂടായ പാനിൽ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടണ നേരം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീനൊക്കെ ഒന്ന് തുറന്നൊന്ന് നോക്കണം കേട്ടോ. ഒരുപാട് വലിയ ഇളക്കൊന്നും ഇളക്കിയില്ലെങ്കിലും ജസ്റ്റ് അതിനൊന്ന് നോക്കണമല്ലോ, അതെന്താണ് അതിൻ്റെ അവസ്ഥ, ചാറൊക്കെ കുറുകിയോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ക്യാബേജ്, അതുപോലെ തന്നെ കറിവേപ്പില, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് തട്ടിയേക്കണത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുക്കാറ്. പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ചാറ് വേണമല്ലോ, ഒരുപാട് അങ്ങോട്ട് പറ്റിയാലും കൊള്ളൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളി മൂപ്പിച്ചൊന്നും ഒഴിക്കാൻ നിന്നില്ല, എങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ആ നേരം കൊണ്ട് നമ്മുടെ ക്യാബേജ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മൂടി വേവിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണല്ലേ ക്യാബേജ് തോരൻ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ട് മിക്കപ്പോഴും ക്യാബേജ് തോരൻ തന്നെയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമുക്കിതേ ഇറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയിൽ നമ്മുടെ ചാള വറക്കാൻ പോവുകയാണ്. ഞാൻ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മുടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ചാള. അപ്പോൾ ഇത്തിരി തീ കൂടി പോയി തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ചാളമീൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി കഴിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ കറികളൊക്കെ റെഡിയായി. മീൻകറി, മീൻ വറുത്തത്, ക്യാബേജ് തോരൻ. അപ്പോൾ ഫിഷിനെ കുറിച്ച്, അതായത് ചാളമീനെ കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ടേസ്റ്റ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റിൻ്റെ അടുത്ത് കൂടി പോലും പോയിട്ടില്ല. പിന്നെ ചാള മീൻ എന്ന് പറയാമെന്ന് മാത്രം. എന്തായാലും ഇനി ഞാൻ ആ മീൻ മേടിക്കില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് വാങ്ങിക്കണ്ടല്ലോ. അങ്ങനെ
അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പുതിയ അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.